തീവ്ര വലതുപക്ഷം ശരിയായ അർത്ഥത്തിൽ വലതുപക്ഷത്തിൻ്റെ രണ്ടാം മുഖമാണ്. അവർക്ക് രണ്ടിനും യോജിക്കാനാവും. അങ്ങനെ യോജിച്ചുകൊണ്ട് തന്നെയാണ് സഖാവ് അഴീക്കോടനെ മൃഗീയമായിട്ട് വെട്ടി കൊന്നത്. അപ്പോൾ അഴീക്കോടനെ പറ്റി ഉൽപ്പാദിപ്പിച്ച ഒരാശയം അഴീക്കോടന് ഒരു അഴിമതിക്കാരനാണെന്നാണ്, വലിയ സമ്പത്തിൻ്റെ ഉടമയാണെന്നാണ്. അതിനെപ്പറ്റിയാണ് ഇവിടെ ജോസഫ് സംസാരിച്ചത്. തൃശ്ശൂരിൽ നിന്ന് ശവമഞ്ചവുമായിട്ട് പയ്യാമ്പലത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ബന്ധുക്കളെ കാണിക്കുന്നതിന് വേണ്ടി വീട്ടിലേക്ക് കൊണ്ടുപോയപ്പോൾ സ്വന്തമായിട്ട് വീടുണ്ടായിരുന്നില്ല. താമസിക്കുന്നത് ഒരു ഓലമേഞ്ഞ മുൻഭാഗമുള്ള വീടായിരുന്നു.